ഒരു മിനിറ്റ്, ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാനുള്ള പെർമിഷൻ എനിക്ക് തരണം. തന്നിരിക്കുന്നു, ചോദിച്ചോളൂ. അതെ, ഈ ഹെഡ് കോൺസ്റ്റബിൾ അനന്തമ്പിള്ളയുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ഇത് തന്നെയല്ലേ? അതെ. താങ്ക് യു. നിങ്ങൾ ആരാ? സോറി, അപരിചിതരോട് ഞാൻ എന്റെ പേര് പറയാറില്ല. അല്ല, അനന്തംപിള്ളയുടെ ആരാ? ആരുമല്ല. പിന്നെ ഇവിടെ എന്താ പരിപാടി? സോറി, അത് പ്രൊഫഷണൽ സീക്രട്ടാ. എന്നാ പൊക്കോളൂ. ഒക്കെ ശരിയായി കഴിഞ്ഞാൽ ഞാൻ ബോസിനെ വിളിച്ചോളാമെന്ന് പറഞ്ഞേക്ക്. വേറൊന്നുമില്ല. ഓക്കെ, താങ്ക് യു. ഓട്ടോ വിട്ടോ. സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഇനി കുറച്ച് ദിവസം എനിക്ക് വേണ്ടി ഓടേണ്ടി വരും. ഇവിടെ അയാൾ ആരാ? ഡിറ്റക്റ്റീവാ. അയാളുടെ പേരെന്താ? വർഗീസ് വളവിൽ. ക്രൈംബ്രാഞ്ചിൽ നിന്നായിരിക്കും. ഇനി നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ അപകടമാണ്. പേരെന്താന്ന് പറഞ്ഞ? ഐ ആം വർഗീസ് വളവിൽ. കേട്ടിട്ടില്ലേ? മോഷണവുമായിട്ട് ബന്ധപ്പെട്ട വല്ല പരിപാടിയാണോ? സോറി, ഞാൻ ഇംഗ്ലീഷ് നോവലുകളിൽ നിന്നും മോഷണം നടത്തിയാണ് നോവലുകൾ എഴുതുന്നതെന്ന് എന്റെ ശത്രുക്കൾ അസൂയ കൊണ്ട് പറയുന്നതാണ്. അതെ, ഈ മൺകലം വാരികയിലും മറ്റും ഡിറ്റക്റ്റീവ് നോവൽ എഴുതുന്ന വർഗീസ് വളവിലാണോ? എക്സാക്ട്ലി, ആ വളവിൽ തന്നെയാണ് ഈ വളവിൽ. ഈ വളവിലിരിക്കാൻ കാരണം എന്താ? വളവിൽ വീട്ടുപേരാണ്. നാടോ? ഇടുക്കിയില്ല. ഇങ്ങോട്ട് വന്നെന്തിനാ? അതെ, ഈ പുറത്തു നിന്നുള്ള ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ഒഴിഞ്ഞ സ്ഥലം വേണം. അതാ കാര്യം. അതിന് പറ്റിയ 2 സ്ഥലമുണ്ട്. എവിടെ? പൂളംപാറയും കുതിരവട്ടവും. ചേട്ടന്റെ ഈ രൂപം കണ്ട തമാശ പറയുമെന്ന് തോന്നുകയില്ല. ചേട്ടൻ ഇന്ന് ഡ്യൂട്ടിക്ക് പോയില്ലേ? അതിന് രാത്രിയാണ്ടേ? ഹെഡ് കോൺസ്റ്റബിൾ അനന്തംപിള്ള ചേട്ടനല്ലേ? അതെ, എന്റെ ചേട്ടനാ. ഓ, മകളാ? ചേട്ടന്റെ മോളാ. വാടകയ്ക്ക് താമസിക്കാൻ വരുമെന്ന് പറഞ്ഞ ആള് അത് ഞാനാ, എന്റെ ചേട്ടനല്ല. അടിയേ, നിന്റെ നാട്ടുകാരനൊരുത്തം വന്ന് നിൽക്കുന്നു. വല്ല മുഖപരിചയം ഉണ്ടോ നോക്കിയേ. കട്ടപ്പനയിൽ എവിടെയാ? കട്ടപ്പന ഇടുക്കിയില്ല. അവിടെയൊക്കെ എന്നാ പറയും? അവിടെയൊക്കെ പറയുന്നത് മലയാളമാ. അതല്ലേ ചോദിച്ചേ, വീട്ടും പേരെന്നതാണ്? ഇടുക്കിയിൽ നിന്ന് കട്ടപ്പനയ്ക്ക് പോകുന്ന വഴിയിലെ വളവിലാ. വളവിൽ. പേരെന്നതാ? വർഗീസ്, എഴുത്തുകാരനാ. ആധാരം എഴുത്തായിരിക്കും. അല്ല, നോവലിസ്റ്റാ. കേരളത്തിൽ മാത്രമല്ല, കോട്ടയത്തും എല്ലാരും എന്നെ അറിയും. മോളെ നമ്മോട് പറ. ചേട്ടത്തിയുടെ പേരെന്താ? കൊച്ചുറേസ്യ, എന്റെ കെട്ടിയോളാ. ഇന്റർകാസ്റ്റ് മാരേജ് ആയിരിക്കും. തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ, നാട്ടുകാരനാണെന്ന് ഞാൻ നോക്കിയില്ല. അയ്യോ ചേട്ടത്തി, നിങ്ങൾ 2 ജാതിന്ന് പരസ്പരം പ്രേമിച്ച് കല്യാണം കഴിച്ചാണോ ചോദിച്ചതാ? അതാണോ? അത് ഞാനോട് ചോദിക്കുന്നേ. ഈ അപകടം എങ്ങനെ പറ്റി? അതെ, ഒരു പൂർവകാല ചരിത്രമാ. ചേട്ടന് കറക്റ്റ് മാച്ചാ. മുറി കാണണ്ടേ? ചെല്ല്. അവനെ കണ്ടിട്ടൊരു കള്ള ലക്ഷണമുണ്ട്. അപ്പൊ എനിക്ക് വല്ലതും പറയാനൊരു കൂട്ടായി. ഇരിയന്റെ കാര്യം പറ്റുമോ നോയിക്കോളൂ. വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. ഇതുപോലൊരു സ്ഥലം തന്നെയാണ് ഞാൻ അന്വേഷിച്ച് നടന്നത്. ഏകാന്തമായിരുന്നു എഴുതാൻ ഭാർഗവി നിലയം പോലെ മനോഹരമായ ഒരു കൊച്ചു വീട്. ഭാർഗവി നിലയോ? അതെ, ഞാൻ അങ്ങനെയാണ് പറയാറ്. ഇത്ര പെട്ടെന്ന് എത്തുമെന്ന് കരുതിയില്ല. ഒക്കെ അടിച്ചു വൃത്തിയാക്കണമെന്ന് പുള്ളിക്കാരൻ പറഞ്ഞിരുന്നതാ. വേണ്ട വേണ്ട, ഈ മാറാലകൾ ഇങ്ങനെ എന്നെ കിടന്നോട്ടെ. എന്റെ പുതിയ നോവൽ ആരംഭിക്കുന്നത് ഈ മാറാലകളിൽ നിന്നാണ്. മാറാലയിൽ നിന്നോ? അതെ, ചിലന്തി വലകളെ ടാറ്റ എന്നാണ് എന്റെ പുതിയ നോവലിന് ഞാൻ നാമകരണം ചെയ്തിരിക്കുന്നത്. സോറി. അനന്തപിള്ള സാറ്? ഭരതന് ഒരുമിച്ച് പുറത്തു പോയിരിക്കുക. ആരാണ് ഭരതൻ? കൊച്ചച്ഛന്റെ മോനാ. ഓ, അപ്പോ ഞാൻ ഇന്ന് തന്നെ താമസം തുടങ്ങുകയാണ്. പ്രതിഷേധ പ്രകടനം നടത്തിയവരൊക്കെ ഇപ്പൊ എവിടെ? ഒരാഴ്ചയെ കൂടുതൽ ഒന്നിന്റെ പുറകെ നടക്കാൻ ഇവിടെ ആർക്കും സമയമില്ല. സുലൈമാൻ മുതലാളി ഒരു പാറയാ. വെറുതെ നമ്മുടെ തല അതിൽ കൊണ്ട് അടിച്ച് പൊട്ടിക്കണോ? നമ്മൾ പോയാൽ നമ്മുടെ കുടുംബത്തിന് പോയി, അല്ലാതെ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല. ചേട്ടനത് മനസ്സിലാക്കണം. മനസാക്ഷി സമ്മതിക്കുന്നില്ല മാത്തുണ്ണി. പട്ടിയെ കൊല്ലുന്ന ഒരുത്തനെ നടുറോട്ടിട്ട് കൊല്ലുന്ന കണ്ടിട്ടും ഇവന്റെയൊക്കെ നക്കാപ്പിച്ചേ മേടിച്ച് കണ്ണടച്ചിട്ടാക്കാനോ എനിക്ക് പറ്റില്ല. വീട് കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി അനന്തപിള്ള സാറിനൊന്ന് കാണണം. സാർ ഇവിടെ ഉണ്ട്. ഇവിടെയോ? സാറേ, ഇതാണ് ഞാൻ പറഞ്ഞ പാർട്ടി. ഇത് അനന്തപിള്ള സാറ്. വാട്ട് എ സർപ്രൈസ്. ഒരേ പ്രിന്റിംഗ്. മൈ ഗോഡ്. വീട്ടിൽ പോയിരുന്നോ? പോയിരുന്നു. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് പ്ലേസ്. എന്നുപോലെ താമസം? പ്രാക്ടിക്കലി ഞാൻ തുടങ്ങിക്കഴിഞ്ഞു.
സോറി, അഡ്വാൻസിന്റെ കാര്യം. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. സോറി, നിങ്ങളുടെ രണ്ടുപേരുടെയും ഈ രൂപസാദൃശ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ഡിറ്റക്റ്റീവ് നോവലിന് ഞാൻ രൂപം കൊടുക്കുന്നതിൽ എതിർപ്പില്ലല്ലോ. അത് പേരും നാടൊക്കെ ഞാൻ മാറ്റിക്കോളാം. പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. സോറി, പ്രശ്നം ഉണ്ടാക്കും. എന്റെ ഈ നോവൽ ഡിറ്റക്റ്റീവ് രംഗത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കും. നമുക്ക് ഇനിയും കണ്ടുകൊണ്ടേയിരിക്കാം. വരട്ടെ. ഇത് എന്റെ ഏത് ബന്ധുവിന്റെ പരിചയക്കാരനാടോ? ഒരകന്ന ബന്ധുക്കാരന്റെ പരിചയക്കാരനാ. ഇവന് തലയ്ക്ക് അസുഖമുണ്ടോ? ഏയ്, എഴുത്തുകാരനാ. കുഴപ്പമൊന്നുമില്ലെന്ന് അവൻ എഴുതിയിരുന്നത്. വീട്ടിൽ കെട്ടിക്കാറായ ഒരു പെണ്ണുള്ളതാ. വേഷം കിട്ടുമല്ലോ കാണിച്ച് എന്റെ കൈ മേടിക്കുമെന്ന് പറഞ്ഞു. അത് മുഴുവൻ അടിച്ച് വൃത്തിയാക്കി കൊടുത്തില്ലേ? വൃത്തിയാക്കണ്ടെന്ന് പറഞ്ഞു. പുതിയ നോവൽ എഴുതാൻ മാറാല വേണത്രേ. അതെന്താ, പേനയില്ലേ? അതല്ല, എഴുതാൻ പോണ നോവലിന്റെ പേര് ചിലന്തി വലകളെ ടാറ്റാന്നാണ് പോലും. സ്വല്പം വട്ടുണ്ടോന്ന് സംശയമുണ്ട്. ഇത്തിരി വട്ടം എല്ലാ എഴുത്തുകാർക്കും കാണും. ആ പെണ്ണെന്തിയ ലേശം വെള്ളം ചൂടാക്കാൻ പറ. അച്യുതൻ എങ്ങാണ്ടൊന്ന് ഒരു TV കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നതിൽ സിനിമ ഉണ്ടത്രേ. അത് ശരി. ഇനി ആരുടെ പരാതിയാണാവോ നാളെ സ്റ്റേഷനിൽ വരാൻ പോണത്? കള്ളനെ പോലീസ് പിടിക്കുന്നത് കണ്ടിട്ട് ഇവിടെ ആരും അങ്ങനെ തുള്ളണ്ട. ഇത് വെറും സിനിമയല്ലേ കൊച്ചാ? അതെ, വെറും സിനിമയാ. ഇത്രയും കണ്ടാ മതി. പോയിരുന്ന് നാമം ചോദിക്കുവോ? ഈ കൊച്ചച്ഛൻ ആ പെട്ടി ഒന്ന് തുറക്കുന്നേ. നീ ബോഡി ജീവിലെ എവിടെ നിന്ന്? ഹലോ ഹലോ. അല്ല, നിന്നേ, ഒന്ന് പരിചയപ്പെടാനാ. സോറി, വേറൊന്നും തോന്നരുത്. അധികം ആരെയും പരിചയപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് എന്താ എഴുതാനുള്ള എന്റെ സ്വസ്ഥത തകരും. ഈ ആരാധകന്മാരെ കൊണ്ടുള്ള ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാനാ ഇങ്ങനെ ഒരു ഒഴിഞ്ഞ കോണ് ഞാൻ തിരഞ്ഞെടുത്തത്. സോറി, ഈ വളപ്പിൽ പുതുതായി ഒരാൾ വന്ന് താമസിക്കുമ്പോ ഒന്ന് പരിചയപ്പെടാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി വിളിച്ചതാ. ഇറ്റ്സ് ഓക്കെ. പേര് മൺകലോ? മൺകലം, മരംകൊത്തി, മത്താപ്പ് തുടങ്ങിയ സകല വീക്കിലിയല്ലേ എന്റെ പേരുണ്ട്. ക്ഷമിക്കണം, ഞാൻ അതൊന്നും വായിക്കാറില്ല. എന്റെ നട്ടുച്ചയ്ക്ക് സൂര്യനില്ല, PC യുടെ പുത്രി, ഒരു ബലാത്സംഗത്തിന്റെ ഓർമ്മയ്ക്ക് തുടങ്ങിയ ഡിറ്റക്റ്റീവുകളൊന്നും വായിച്ചിട്ടില്ല. ഒന്നും വായിച്ചിട്ടില്ല. വായനശീലം കുറവാണ്. അല്പം കുറവാ. ഈ മാലിന്യങ്ങൾ ഒന്നും വായിക്കാറില്ല. എന്റെ പേര് ഭരതൻ, അച്യുതൻ പിള്ളയുടെ മോനാ. ഈ വീക്കിലിൽ ഒന്നും നോക്കിയാൽ കാണൂല, അതുകൊണ്ട് പറഞ്ഞതാ. ഊതല്ലേ, ചൂടാറും. അച്ഛനില്ലേ? സ്റ്റേഷനിൽ പോയല്ലോ. ഓ സോറി, ഞാനത് ഓർത്തില്ല. പിന്നെ മിസ് ദേവി മൺകലം വായിക്കാറില്ലേ? ഇല്ല, കഴുകാറുണ്ട്. വണ്ടർഫുൾ ജോക്ക്. എനിക്കിങ്ങനെ തമാശ പറയുന്നവരെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും തമാശക്കാരെ ഭയങ്കര ഇഷ്ടാ. അതെയോ? മൈ ഗോഡ്. അതെ, ഈ ജീവിതം എന്ന സാഗരത്തില് നമ്മൾ പാവി ചെല്ലുന്നിടത്തൊക്കെ പാരകൾ. ഞാനാരാണെന്ന് തൽക്കാലം അവരറിയാൻ പാടില്ല. എന്റെ സാറെന്താ എഴുതുന്നത്? പേടിച്ചു പോയോ? പേടിച്ചു പോയേനെ. എന്താ എഴുതുന്നേ? ഒരു പ്രേമരംഗം. പ്രേമരംഗോ? ഹാൻജി. എന്താ? ഈ അതെ എന്നുള്ളതിന്റെ ഹിന്ദി വാക്കാ ഹാൻജി. ഒന്ന് വായിക്കാവോ സാർ? വെറുതെ ഒന്ന് കേൾക്കാനാ. സുരേഷ് സരിതയെ ഗാഠം പുണർന്നു, നെറുകയിൽ ചുംബിച്ചു. അപ്പോൾ അവൾ ചോദിച്ചു, ഡു യു ലവ് മീ സുരേഷ്? ടെൽ മീ പ്ലീസ്. ചുറ്റും നോക്കിയിട്ട് അവൻ പറഞ്ഞു, ഹാൻജി. ഇത് കേട്ട് സൂര്യൻ നാണിച്ച് തലതാഴ്ത്തി. അവന്റെ പരുപരുത്ത താടി രോമങ്ങൾ അവളിൽ ഇക്കിളി ഉണർത്തി. രണ്ടിണക്കുരുവികൾ ചക്കപ്ലാവിന്മേലിരുന്ന് കൊക്കുരുമ്മി. ആകാശത്തമ്പിളി
കണ്ണു ചിമ്മി. പെട്ടെന്ന് അവന്റെ കൈനഖങ്ങൾ വളർന്നു, തവളകൾ കാറി, പക്ഷികൾ പാറി, ചുണ്ടുകൾ കീറി, ഭയാനക. ഇതെന്താ സാർ ഇങ്ങനെ? ഇതൊരു പൈശാചിക നോവലാണ്. മരം കൊത്തി വാരികയിൽ പ്രസിദ്ധീകരിക്കുന്ന പൂച്ച കറുത്ത പൂച്ച വായിക്കാറില്ലേ? ഇല്ല. അയ്യോ, വായിക്കണം. ഇതൊരു പക്ഷേ ചലച്ചിത്രമാക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിലെ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യരായ സിനിമാ താരങ്ങളെ നിർദ്ദേശിക്കുക എന്ന് പറഞ്ഞൊരു പരസ്യവും കൂട്ടത്തിലുണ്ട്. ഏറ്റവും നല്ല നിർദ്ദേശത്തിന് സിനിമാ നടൻ ഇന്നസെന്റിന്റെയോ മാമുക്കയുടെയോ 10 വയസ്സിന് താഴെയുള്ള ഒരു ക്യാബിനറ്റ് സൈസ് ഫോട്ടോ പത്രാധിപരുടെ സ്വന്തം കയ്യൊപ്പോടെ അയച്ചു തരും. കൂടാതെ ഒരു സൗജന്യ ചിറാപ്പുഞ്ചി യാത്രയും ഞങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ട്. സാർ ഒരു അസാധാരണ മനുഷ്യനാ. എന്നെ പരിചയപ്പെടുന്ന പലരും ഇത് പറയാറുണ്ട്. സാർ എന്താ കല്യാണം കഴിക്കാത്ത? എന്റെ മനസ്സിനിണങ്ങിയ ഒരു പെൺകുട്ടിയെ ഇതുവരെ കണ്ടെത്തിയില്ല. ഇതുവരെ കണ്ടില്ലേ? കണ്ടെത്തി. എവിടെ? ഇവിടെ. ഇവിടെയോ? അതെ. ആരാ? പറയാം. പക്ഷെ ഇഷ്ടമല്ലെങ്കിൽ ചേട്ടനോടോ അച്ഛനോടോ പറയരുത്. ഞാനാണോ ആള്? ഇഷ്ടമാണോ? വളവിൽ, നീ എന്താ ഇങ്ങനെ വളഞ്ഞൊടിഞ്ഞ് കിടക്കുന്നത്? നിന്റെ മൂക്കിന് എന്ത് പറ്റി? എന്റെ സൃഷ്ടി എവിടെ? ദൃഷ്ടിയോ? എന്റെ ഫയല്, സഞ്ചി, എന്റെ സൃഷ്ടികൾ മുഴുവൻ അതിനകത്തായിരുന്നു. ഊളംപാറ കൊണ്ടുപോറായോ? താവേ കൂവെന്നോ? വെരി കൾച്ചർലെസ്. സോറി മിസ്റ്റർ അച്യുതൻപിള്ളെ, ഇങ്ങനെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഐ ആം വർഗീസ് വളവിൽ, പ്രശസ്ത നോവലിസ്റ്റ്. വിളിക്കുന്നെങ്കിൽ അങ്ങനെ വിളിക്കണം. അതേ, ആ പേര് തന്നെ ഒരുമാതിരി വളഞ്ഞൊടിഞ്ഞതാ. അതായി വിളിക്കുമ്പോ ഈ വളഞ്ഞു പോകുന്നേ. അല്ല, ഇഷ്ടമല്ലെങ്കിൽ വളയ്ക്കാതെ വിളിക്കാം. പ്രശസ്ത നോവലിസ്റ്റ് വർഗീസ് വളവിൽ സാറേ, ഉണ്ടോ ഒരു 100 രൂപ എടുക്കാൻ? ഞാൻ ആർക്കും സാമ്പത്തിക സഹായങ്ങൾ ചെയ്യാറില്ല. വേണമെങ്കിൽ എന്റെ 2 നോവലുകൾ തരാം. എന്തിനാ, കാപ്പി തിളപ്പിക്കാനോ? അല്ല, അത് കൊടുത്താൽ നിങ്ങൾക്ക് വേണ്ടത് കിട്ടും. അയ്യോ വേണ്ട, അത് സാറ് തന്നെ വാങ്ങിയാൽ മതി. എങ്കിൽ ഞാൻ നിസ്സഹായനാണ്. ഐ ആം ഹെൽപ്ലെസ്. സാറ് നിന്നെ ചോദിക്കട്ടെ, നിങ്ങളും ദേവിയും തമ്മിൽ പ്രേമത്തിലാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതിനെക്കുറിച്ച് സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? അതെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം എന്നറിഞ്ഞാൽ പറയാമായിരുന്നു. ഈ പ്രേമം യഥാർത്ഥമാണോ അല്ലയോ എന്നറിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ടൊരു മറുപടി പറയാമായിരുന്നു. യാഥാർത്ഥ്യമാണ്. പറിച്ചു നട്ടാലും പറങ്കി മാങ്ങ പോലെ മുളച്ചു പൊങ്ങുന്ന അപൂർവ സാഗര സംഗമം. പാട്ടി കഴുകണ മോനെ, കൂത്തി കോടലുമാല ഞാൻ പുറത്തെടുക്കും എന്നവളുടെ അച്ഛൻ പറഞ്ഞാലും പിന്മാറാതെ പിടിച്ചു നിൽക്കാൻ സാറിന് ധൈര്യമുണ്ടോ? ഉണ്ടടാ പട്ടി. എന്നൊന്നും സംസ്കാരമില്ലാത്ത രീതിയിൽ ഞാൻ മറുപടി പറയില്ല. പരമാവധി ശ്രമിക്കും. പരാജയപ്പെട്ടാൽ ഏതെങ്കിലും കടാപ്പുറത്ത് പോയി പാടി പാടി മരിക്കും. തകഴി വേലുപ്പിള്ള എഴുതിയ ഓടയിൽ നിന്ന് എന്ന നാടകത്തിലെ കറുത്തമ്മയെ പോലെ. വേലുപ്പിള്ള അല്ല, തകഴി ശിവശങ്കര പിള്ള. പിള്ള ഏതായാലും തള്ള ഒന്നല്ലേ ഉള്ളൂ. ഞാനൊരു ജോക്ക് കാച്ചിയതല്ലേ ചേട്ടാ. മിടുക്കൻ. അപ്പൊ നീ എന്റെ ചേട്ടന്റെ മകളെ പ്രേമിക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതെ. കൊച്ചച്ഛന്റെ. അതാരെ ഈ കൊച്ചച്ഛൻ? ഇത് 100 രൂപ എടുക്കാനുണ്ടോ നിന്റെ? 200 രൂപ ഉണ്ട്. ഇങ്ങ് വാ.